ഇതൊരാൾ നമുക്ക് കൊറിയർ അയച്ചു തന്ന ഫോണാണ്. ഇത് സർവീസ് ചെയ്യാൻ വേണ്ടി. എന്താ അതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫോണ്. റെഡ്മിയുടെ ഒരു സെറ്റാണ്. ഈ ഫോണിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇത് വാങ്ങിച്ച ആളുടെ അവസ്ഥ കേൾക്കണം. ആളിപ്പോൾ ആക്സിഡൻ്റ് ആയിട്ടൊക്കെ വീട്ടിൽ ഇരിക്കുവാണ്. അപ്പോൾ അങ്ങനെ പുള്ളിയാക്കി ആക്സിഡൻ്റ് ഉണ്ടായി. പുള്ളിയുടെ കയ്യിരുന്ന ഫോണ് ഡാമേജായി. അപ്പോൾ ആ പുള്ളിയതിനകത്ത് OLX ഫേസ്ബുക്കിലൊക്കെ കയറി കുറഞ്ഞ വിലയ്ക്ക് എന്തെങ്കിലും ഫോൺ കിട്ടുമോ, സെക്കൻഡ് കിട്ടുമോ എന്നറിഞ്ഞ് പുള്ളി എടുത്ത ഫോണാണ്. ഇതിൻ്റെ മദർ ബോർഡ് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാം. ഇതിനകത്ത് വെള്ളം കയറി കുളമായതാണ് ഈ ഫോണ്. എന്നിട്ട് ഈ ഫോൺ നല്ല രീതിക്ക് സർവീസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പ്രിൻ്റ് അടക്കമാണ് ഇതിൻ്റെ ഷീൽഡ് പറിച്ചെടുത്തേക്കുന്നത്. അങ്ങനെയാണ് ആൾക്ക് കിട്ടിയത്. പിന്നെ ആൾ നോക്കിയെടുത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വൈബ്രേഷൻ മാത്രമുള്ളായിരുന്നു, ഡിസ്പ്ലേ തെളിയത്തില്ലായിരുന്നു. പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഡിസ്പ്ലേക്ക് കംപ്ലയിൻ്റ് ഉണ്ട്, അതാണ് ഈ വിലയ്ക്ക് തരുന്നത്, ഡിസ്പ്ലേ മാറിയാൽ മതി, വേറെ ഒരു പ്രശ്നമില്ല, അതുകൊണ്ടാണ് ഈ ഫോൺ കൊടുക്കുന്നതെന്ന് പറഞ്ഞ്. അപ്പം ആളെന്നായിരുന്നു ഓൺലൈൻ വഴി ഒരു പുതിയ ഡിസ്പ്ലേ ഒക്കെ മേടിച്ച് ഇട്ടാലും ഈ ഫോൺ ഓണാകത്തില്ലായിരുന്നു. ആൾ പുതിയ ഡിസ്പ്ലേ ഇട്ട് എന്നിട്ട് ഓണായില്ല, വേറൊരു ഡിസ്പ്ലേ കൊണ്ട് കണക്ട് ചെയ്ത് നോക്കി, എന്നിട്ട് ഈ ഫോൺ ഓണാകുന്നില്ല. ഈ വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ, ഫോൺ ഓണാകത്തില്ല. പിന്നെ ഇതിൻ്റെ ബാറ്ററി നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ബാറ്ററിക്കകത്തൊക്കെ റിപ്പയർ ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ സ്റ്റിക്കറൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഷോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ പഴയ ഡിസ്പ്ലേ നോക്കുമ്പോൾ അറിയാം എത്രമാത്രം വെള്ളം ഈ ഫോണിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെന്നുള്ളത്. ഇതിൻ്റെ ഡിസ്പ്ലേയുടെ അടിയിലൊക്കെ നോക്കി ഇപ്പോഴും ഉണങ്ങിപ്പിടിച്ച് ഏതാണ്ടൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് വെള്ളം കയറിയൊരു ഫോൺ ഈ പാവത്തിൻ്റെ തലയിൽ കെട്ടി വെക്കുമായിരുന്നു ചെയ്തത്.